ദൈവമാതാവേ, മനുഷ്യപുത്രനെ ഞങ്ങൾക്കു നൽകിയ മാതാവേ, നിൻ പാദപീഠം തേടി വരുന്നു നിന്നുടെ തനയ. മാതാവേ, ദൈവമാതാവേ, മനുഷ്യപുത്രനെ ഞങ്ങൾക്കു നൽകിയ മാതാവേ, നിൻ പാദപീഠം തേടി വരുന്നു നിന്നുടെ തനയ. മാതാവേ, ദൈവമാതാവേ. ദൈവമാതാവ് എത്രയോ മഹത്വമുള്ള അപദാനമാണത്. സ്നേഹഹൃദയങ്ങളെ, കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുക്കുമ്പോൾ എത്രയോ സാഹിത്യ സൃഷ്ടികളിൽ പരിശുദ്ധ മറിയം വിളങ്ങി നിന്നു. ഒരു സാഹിത്യവിശേഷണം ഇങ്ങനെയാണ്: ദൈവം സൂര്യനോട് പറഞ്ഞു, ഏ സൂര്യ, നിർമ്മലയായ മേരിക്ക് ഒരു പുതിയ ഉടയാട തീർക്കുക. സൂര്യൻ പറഞ്ഞു, ഞാൻ തന്നെ മേരിക്ക് ഉടയാടയാകാം. സൂര്യനെ ഉടയാടയാക്കി മേരി. അപ്പോൾ ചന്ദ്രൻ പറഞ്ഞു, ഞാൻ മേരിക്ക് പാദപീഠമാകട്ടെ. അങ്ങനെ പരിശുദ്ധ മറിയത്തിന് പാദപീഠം തീർക്കുന്നു ചന്ദ്രൻ. അത് കണ്ട് നക്ഷത്രങ്ങൾ പറയുകയാണ്, അല്ലയോ ദൈവമേ, നിർമ്മലയായ ആ മേരി മാതാവിന് ഞങ്ങൾ തന്നെ കിരീടമായി മാറട്ടെ. അങ്ങനെ നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അതെ, സാഹിത്യകാരൻ്റെ ഭാവന അങ്ങനെ പോകുമ്പോൾ സർവപ്രപഞ്ചവും പരിശുദ്ധ മറിയത്തെ സ്നേഹവണക്കം നൽകി ആദരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അമ്മയാണ് മറിയം. കർത്താവിൻ്റെ അമ്മയെ നമുക്കും പാടി പ്രകീർത്തിക്കണ്ടേ? സ്വാഗതം ചെയ്യുന്നു കാർമൽ ഗീതത്തിലേക്ക്. സ്നേഹപൂർവം മരിയ സ്തുതി ഗീതങ്ങൾ പാടി അമ്മയെ നമുക്ക് വാഴ്ത്താം. മഹിതേ അമ്മേ, മനതാരിലെന്നും സുതരേ ഓർക്കുക സദയം. കൃപയോടെന്നും വരദാനങ്ങൾ ചൊരിയൂ ജഗദാംബികേ. മഹിതേ അമ്മേ, മനതാരിലെന്നും സുതരേ ഓർക്കുക സദയം. കൃപയോടെന്നും വരദാനങ്ങൾ ചൊരിയൂ ജഗദാംബികേ.
കുയിലായി ഞങ്ങൾ ഉണരും നേരം തവ പാണികൾ തണലാ. കുയിലായി ഞങ്ങൾ ഉണരും നേരം തവ പാണികൾ തണലാ. തരിക നിത്യം താവകഹൃത്തിൽ അഭയം ഞങ്ങൾക്കാശ്രയം. അഭയം ഞങ്ങൾക്കാശ്രയം. മഹിതേ അമ്മേ മനതാരിലെന്നും സുതരേ ഓർക്കുക സദയം. കൃപയോടെന്നും വരദാനങ്ങൾ ചൊരിയൂ ജഗദാംബികേ. ഉദയം മുതൽ ഉദയം വരെ തിരുസന്നിധേ ഉണർവാ. ഉദയം മുതൽ ഉദയം വരെ തിരുസന്നിധേ ഉണർവാ. അണയാം ഞങ്ങൾ കരുളേണമമ്മേ മനഃശാന്തിയും ശക്തിയും. അണയാം ഞങ്ങൾ കരുളേണമമ്മേ മനഃശാന്തിയും ശക്തിയും. മഹിതേ അമ്മേ മനതാരിലെന്നും സുതരേ ഓർക്കുക സദയം. കൃപയോടെന്നും വരദാനങ്ങൾ ചൊരിയൂ ജഗദാംബികേ. മഹിതേ അമ്മേ മനതാരിലെന്നും സുതരേ ഓർക്കുക സദയം. കൃപയോടെന്നും വരദാനങ്ങൾ ചൊരിയൂ ജഗദാംബികേ. ലിബിൻ, ഉദയം മുതൽ ഉദയം വരെ തിരുസന്നിധിയിൽ വരാം അമ്മേ എന്ന് പറയുന്ന 24 മണിക്കൂറും അമ്മയോടൊപ്പം ആയിരിക്കുവാനുള്ള ഒരു സ്നേഹാർപ്പണം മനോഹരമായി പാടി ലിബിൻ. അമ്മയോട് ആ സ്നേഹാർപ്പണത്തിന് ഉതകം വിധമുള്ള ഹൃദയബന്ധം തീർച്ചയായും ലിബിനിലുണ്ട്. അതേ സ്വാതന്ത്ര്യത്തോടെ സ്വച്ഛതയോടുകൂടിയ ലിബിൻ പാടുന്നത്. അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അനുഭവം പ്രേക്ഷകർക്കായി ഒരു കുഞ്ഞനുഭവം പങ്കുവയ്ക്കും. ഞാൻ ചെറുപ്പം മുതലേ മിഷൻ ലീഗ് മുതലുള്ള മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാ തവണയും രൂപതാതലത്തിലൊക്കെ വരുമ്പോൾ സെക്കൻഡ്, തേർഡ് അങ്ങനെയൊക്കെ വരും. അപ്പോൾ ചിലപ്പോൾ സെക്കൻഡ് കിട്ടിയ ആൾ പോകത്തില്ല, അപ്പോൾ എന്നെ തേർഡ് കിട്ടിയ എന്നെ കയറ്റി വിടും. അങ്ങനെ എല്ലാ വർഷവും സംസ്ഥാന തലത്ത് മത്സരിക്കാൻ മിക്ക വർഷവും തന്നെ പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി അവിടെ ചെല്ലുമ്പോൾ ഒന്നും കിട്ടില്ല. നല്ലൊരു പാട്ട് പോലും പഠിക്കില്ല. താല്പര്യമില്ലായ്മ കൊണ്ടാണോ മടി കൊണ്ടാണോ പഠിക്കാതെയാണോ എന്തോ സമ്മാനം കിട്ടാതെ ഇങ്ങ് പോരും. ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സമ്മാനം കിട്ടാതെ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു വിചിന്തനം ഞാൻ തന്നെ നടത്തി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായി, അതായത് ഞാൻ ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്നു, എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ മനസ്സിന്
ഒരു സംതൃപ്തി ഉണ്ടാകുന്ന രീതിയിൽ ഇതുവരെ പാടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു പുതിയ പാട്ട് പഠിച്ചു. അതിനുശേഷം എന്നിട്ടും എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് പേടി. എല്ലാവരുടെ മുമ്പിൽ എങ്ങനെ പാടും, പാടി കഴിയുമ്പോൾ തെറ്റിപ്പോകും. കാരണം എന്നേക്കാളും നന്നായിട്ട് പാടുന്ന ഇഷ്ടംപോലെ കുട്ടികൾ അവിടെ വരും. അപ്പോൾ എൻ്റെ പപ്പ ഞാൻ ഇറങ്ങാൻ നേരത്തെ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് എടാ നീ ഒരു 3 എത്രയും ദൈവമുള്ള മാതാവ് ചൊല്ലിയിട്ട് ധൈര്യമായിട്ട് അങ്ങ് പാടിക്കോ, കിട്ടിയാൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. എന്നിട്ടും ഭയം ഉള്ളിൽ കിടക്കുകയാണ്. അവസാനം ഞാൻ എത്രയും ദൈവമുള്ള മാതാവ് ചൊല്ലി 3 എത്രയും ദൈവമുള്ള മാതാവ് ചൊല്ലിയതിന് ശേഷം പാട്ടുപാടി. പാടിയപ്പോൾ എന്തെന്നില്ലാത്ത പോലെ എനിക്ക് തന്നെ ഒരു സംതൃപ്തി എനിക്ക് ലഭിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് സമ്മാനം കിട്ടിയില്ലെങ്കിലും നമുക്കൊരു സംതൃപ്തി ഉണ്ടായല്ലോ, അപ്പോൾ അത് തന്നെയാണ് വലിയ കാര്യം. പക്ഷേ എനിക്കന്ന് 1-ാം സ്ഥാനം ലഭിച്ചു. എങ്ങനെ ലഭിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് അമ്മയുടെ അനുഗ്രഹം മൂലമാണെന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി അതിനുശേഷവും ഞാൻ അത് തുടരാറുണ്ട്. എത്രയും ദൈവമുള്ള മാതാവ് ചൊല്ലിയിട്ടാണ് പാട്ട് പാടാൻ കയറാറ്. പക്ഷേ എനിക്ക് ചില അവസരങ്ങളിൽ സമ്മാനം കിട്ടാതെ പോകാറുണ്ട്. ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല, ചിലപ്പോൾ പാട്ട് തെറ്റിപ്പോവും. അപ്പോൾ ഞാൻ എന്നിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പാട്ട് തെറ്റിയാൽ ഒരു പക്ഷേ അതൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയായിരിക്കാം. ഇനി എനിക്ക് സമ്മാനം കിട്ടി, അപ്പോൾ അതിൽ ഞാൻ അഹങ്കരിക്കുന്നില്ല, കാരണം അതെൻ്റെ കഴിവുകൊണ്ടല്ല. അപ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് 2 രീതിയിൽ ഉപകാരപ്പെടുന്നു. കാരണം സമ്മാനം കിട്ടിയാൽ അമിത ആവേശമോ ആഹ്ലാദമോ ഇല്ല, അതിനെ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. കൂടാതെ നഷ്ടപ്പെട്ടു പോയാൽ അതും ഒരു കാരണത്തിന് വേണ്ടി ദൈവം തന്നെ വരുത്തി, അല്ലെങ്കിൽ ദൈവം തന്നെ അതിനുവേണ്ടി കാരണം ആക്കിയതാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ അതിനുശേഷം ഏത് മത്സരത്തിന് പോയാലും എനിക്ക് സംതൃപ്തി ഉണ്ടാകുന്ന രീതിയിൽ പാടാൻ ഞാൻ മിക്കപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് എത്രയും ദൈവമുള്ള മാതാവ് ചൊല്ലിയതിന് ശേഷവും. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രമിക്കുകയായിരുന്നു ഒരു ചെറുതിരിനാളം പോലെ ഒരു കുഞ്ഞു പ്രാർത്ഥന. എത്രയും ദയുള്ള മാതാവേ, അത് ചെറുതെങ്കിലും ആളിപ്പടർന്നാൽ അത് പ്രപഞ്ചം മുഴുവൻ ഉജ്ജ്വലിക്കുന്ന പ്രകാശധാരയായി ഉണരും. അതാണ് പരിശുദ്ധ മറിയം. അമ്മയ്ക്ക് ദൈവം, പരിശുദ്ധനായ ദൈവം കൃപയുടെ നിറവ് നൽകി, പരിപൂർണ കൃപയുടെ നിറവായി മാറിയവൾ. അപ്പോൾ ഈ ലിബിൻ ഇവിടെ പങ്കുവയ്ക്കുകയായിരുന്നു, മത്സരവേദികളിൽ കയറുന്നതിന് മുൻപ് എത്രയും ദയുള്ള മാതാവേ എന്ന ജപം ചൊല്ലി പ്രാർത്ഥിച്ചു കയറും. സമ്മാനം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, എന്നിരുന്നാലും ഒരു വലിയ ആത്മ ആനന്ദം, ഒരു ബലം, പതറാതിരിക്കാൻ, ഇടറാതിരിക്കാൻ ഒരു കൈത്താങ്ങ് പരിശുദ്ധ മറിയം അതായിരുന്നു. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ വിജയം നൽകുവാൻ കൂടെ നിന്നവൾ. കുരിശിൻ്റെ വഴിത്താരകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, മറിയത്തെ തിരിഞ്ഞു നോക്കുന്ന യേശു. അപ്പോൾ ആ അമ്മയുടെ കണ്ണുകളിൽ മുന്നോട്ടുള്ള, മോനെ ആ കാൽവരി നീ എത്തണം, അവിടെ നീ കുരിശിലേറണം, അങ്ങനെ പിതാവിൻ്റെ ഹിതം നിറവേറ്റണം, നീ ധൈര്യമായി പോ എന്നു പറയുന്ന ഒരു ഉൾച്ചൂട് പകരുന്ന ബലം അമ്മ ആ മകന് കൊടുത്തു എന്ന് വേണം കരുതാൻ. അതേ പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ വേദികളിൽ പലപ്പോഴും ഭയന്നും അസ്വസ്ഥപ്പെട്ടും വിറങ്ങലിച്ച് നിൽക്കുന്ന നമുക്ക് പരിശുദ്ധ അമ്മ ബലം പകരും. മുന്നോട്ട് നീങ്ങുക, നീ തളരല്ലേ, നീ പതറല്ലേ, ദൈവം നിന്നെ കാണുന്നുണ്ട്, ദൈവം നിന്നെ കേൾക്കുന്നുണ്ട്, ദൈവം നിന്റെ ഹൃദയസ്പന്ദനം അറിയുന്നുണ്ട്, നിന്റെ ഹൃദയ തേങ്ങലുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ അമ്മ പറഞ്ഞു തന്ന് പഠിപ്പിച്ച് നേട്ടങ്ങളിൽ വലിയ അഹംഭാവത്തിന് വകയില്ലാത്ത എളിമയുടെ മനോഭാവം നൽകി. അഥവാ കോട്ടങ്ങൾ സംഭവിച്ചാലും പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ നൽകി അമ്മ നമ്മളെ വഴി നടത്തും. അതായിരുന്നു അമ്മ. ജീവിതത്തിൽ ഏത് പ്രതികൂലതകളിലും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ജീവിതം ചേർത്ത് വെച്ചവൾ. നമുക്കമ്മയോട് ചേരാം, അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മ വഴി ആ പ്രാർത്ഥനകളെല്ലാം ഈശോയ്ക്ക് നൽകി അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം.
സമയമായി പകരാത്ത സമയത്തു പോലും സഹായത്തിനെത്തുന്നു മേരി. മകനോടിരന്നപ്പോൾ മുൻപിലെ ജലകുംഭം മധുരം വീഞ്ഞായി മാറി. സമയമായി പകരാത്ത സമയത്തു പോലും സഹായത്തിനെത്തുന്നു മേരി. പന്തലിൽ അലയടിച്ചെത്തുന്ന കഥനങ്ങളാകെ അകറ്റി. കല്യാണ പന്തലിൽ അലയടിച്ചെത്തുന്ന കഥനങ്ങളാകെ അകറ്റി. ആദ്യത്തെ അത്ഭുതം ആത്മാവിലെല്ലാവർക്കും ആനന്ദലഹരി പടർത്തി. ആദ്യത്തെ അത്ഭുതം ആത്മാവിലെല്ലാവർക്കും ആനന്ദലഹരി പടർത്തി. സമയമായി പകരാത്ത സമയത്തു പോലും സഹായത്തിനെത്തുന്നു മേരി.
സഹായത്തിനെത്തുന്നു നേരി. മകനോടിരന്നപ്പോൾ മുൻപിലെ ജലകുംഭം മധുരം വീഞ്ഞായി മാറി. മകനോടിരന്നപ്പോൾ മുൻപിലെ ജലകുംഭം മധുരം വീഞ്ഞായി മാറി. സമയമായി പകരാത്ത സമയത്തു പോലും സഹായത്തിനെത്തുന്നു നേരി. മരിയ ഭക്തിയുടെ ആഴമായ ചില ചിന്തകൾ നാം ഇവിടെ കാണുകയായിരുന്നു, കേൾക്കുകയായിരുന്നു. ഇനിയും സമയമായിട്ടില്ല എന്ന മകൻ്റെ വാക്കുകൾ മേരി ശ്രവിച്ചു. അവൾ പരിചാരോട് പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുവിൻ. അതേ പ്രിയമുള്ളവരെ, സമയമായിട്ടില്ലെങ്കിൽ പോലും മേരിയുടെ വാക്കുകൾക്ക് മുൻപിൽ സമയം അനുവദിക്കുന്ന ദൈവം, അത്രമാത്രം പ്രാഭാവമുണ്ട് ദൈവസന്നിധിയിൽ മേരിയുടെ അർപ്പണ ജീവിതത്തിന്. എന്നിരുന്നാലും ആ മറിയം മേരി ചെയ്യുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക, യേശുവിലേക്കാണ് വിരൽ ചൂണ്ടുക. അതെ, യഥാർത്ഥ മരിയ ഭക്തി ക്രിസ്തു കേന്ദ്രീകൃതമാണ്. യേശുവാണ് സർവപാലകൻ, യേശുവാണ് ഏകരക്ഷകൻ, യേശുവാണ് പാപമോചകൻ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ രക്ഷാകേന്ദ്രം അത് യേശുവാണ്. ആ യേശുവിലേക്ക് നിങ്ങൾ ചേരുക എന്നുള്ള ആഹ്വാനം, അതെ, അമ്മ അതിന് എല്ലാ കുടുംബങ്ങളിലും മുന്നേ സ്ഥാനം പിടിക്കുന്നു. ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളറകളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. അമ്മയും മകനും കടന്നു വരട്ടെ. അതെ, മകനും അമ്മയും കടന്നു വരട്ടെ. ഉള്ളറകളിലെ വറ്റിപ്പോയ സ്നേഹങ്ങൾ, സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ, സ്നേഹവാക്കുകൾ, അതെ, എല്ലാം ഉറവ് പറ്റിപ്പോയെങ്കിൽ ഇതാ വീര്യമുള്ള നന്മ നിറഞ്ഞ സ്നേഹത്തിൻ്റെ നിറവീഞ്ഞായി പരിശുദ്ധ അമ്മയുടെ സ്നേഹമാധ്യസ്ഥ്യം ഈശോയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈശോ വറ്റിവരണ്ട കുംഭങ്ങൾ നിറവീഞ്ഞിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഭരണികളാക്കി നിറയ്ക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലല്ലോ എന്ന അങ്ങയുടെ വാക്കിന് മുൻപിൽ അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു, മോനെ, അവർക്ക് വീഞ്ഞില്ല. അതെ ഈശോ, അമ്മ ഞങ്ങൾക്കെല്ലാം സ്നേഹസാന്നിധ്യവും സ്നേഹസഹായവുമാണ്. ഈ അമ്മയെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ ഹൃദയത്തിൽ വറ്റിവരണ്ടു പോയ സ്നേഹത്തിൻ്റെ വീഞ്ഞിൻ്റെ പാത്രങ്ങൾ ഇതാ ശൂന്യമായിരിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മ സ്നേഹം നിറച്ച് വീര്യമുള്ള ഉജ്ജ്വലിക്കുന്ന ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, മേരി മാതാവേ, അമ്മ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഹൃദയങ്ങളിലും നിറവായി നിന്നുകൊണ്ട് എല്ലാ കുറവുകളും നിറവുകളാക്കുവാൻ പുത്രനോട് അപേക്ഷിക്കണമേ. ആമേൻ.